ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് ആഷ്. ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടുത്തെ പൂൾ സൈഡും അതിനോടനുബന്ധിച്ചുള്ള പ്ലേസസും ഒന്ന് കാണാതെ. പക്ഷെ അന്ന് നമുക്കത് കാണാൻ പറ്റിയില്ല, കാരണം ആ പൂൾ സൈഡ് ക്ലീനിങ്ങും മറ്റ് കുറച്ച് പരിപാടിയായിട്ട് അന്ന് അത് തടസ്സപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇന്ന് നമുക്ക് പൂൾ സൈഡ് വ്യൂ ബാക്കി കുറച്ച് അതിനോടനുബന്ധിച്ചുള്ള പ്ലേസസ് ഒന്ന് കണ്ടാലോ എന്ന്. അപ്പം നമുക്കൊന്ന് പോയി കാണാം. അപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും താഴത്തെ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ നേരെ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാനുള്ളതാണ്. അതേ സൈഡിൽ തന്നെ ഇപ്പുറത്തെ ഒരു വഴിയുണ്ട്, ഇത് സെക്കൻഡ് സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാനുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് പോവാം. അതിനു മുമ്പ് അതിൻ്റെ മുകളിലത്തെ വ്യൂ ഒന്ന് കാണാം. ഇവിടെ താഴെ എന്ന് പറഞ്ഞാൽ ഇവർ ഓഫീസും മറ്റു കാര്യങ്ങളാണ്. മുകളിലോട്ടാണ് നമ്മൾ താമസിക്കുന്നവർക്കുള്ള പ്ലേസസ്. താഴെയും ഉണ്ട് പ്ലേസസ്, എന്നാലും ഒരുപാടൊന്നുമില്ല. പിന്നെ ഈ പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ നടക്കാം. മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നടക്കാൻ, നല്ല വെയിലും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഈ ചൂടത്ത് നടക്കാനൊക്കെ. പിന്നെ മഴ പെയ്താലും പറ്റത്തില്ല. ഇപ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് ഇല്ലേ, ആ ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് വലിയ പാടൊന്നുമില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ മുകളിൽ നിന്നുള്ള ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പണി നടക്കുമായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് പണി തീർന്നതേ ഉള്ളായിരുന്നു. ഇപ്പം നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഷവറും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പുറത്ത് മൊത്തം പണി നടക്കുവാണ്. അതിൻ്റെതായ കുറച്ച് ഒച്ചയും ബഹളവും ഉണ്ട് വീഡിയോയിൽ. നിങ്ങൾക്ക് വളരെ അധികമായി കേൾക്കുന്നെങ്കിൽ ക്ഷമിക്കുക. ഇനി നമുക്ക് താഴോട്ട് പോകാം. താഴോട്ട് പോയാലും നമുക്ക് അതിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് താഴോട്ട് പോകാം. അപ്പം സ്റ്റെപ്പ് ഇറങ്ങി വേണം പോവാൻ. നടന്നു പോകുന്ന വഴിയിൽ നല്ല ചെടിയൊക്കെ വെച്ച് നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത് നിന്നുള്ള സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ രാവിലെ കുറെ പേര് നടക്കാനൊക്കെ വരും. അപ്പൊ ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ആണ് കണ്ടത്. 6 മണിയായപ്പം ഒരു സ്ത്രീ അവരിങ്ങനെ രാവിലെ ഷൂ ഒക്കെ ഇട്ടോണ്ട് ഈ സ്വിമ്മിംഗ് പൂളിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പോലും അങ്ങനെ കരുതില്ല, കാരണം ഇതിന്റെ റൗണ്ട് നമ്മളിങ്ങനെ ചുറ്റും നമുക്കൊന്ന് തല ഇറങ്ങത്തില്ല. ചിലപ്പം ഇങ്ങനെ ഒറ്റ സർക്കിൾ പോലെ കിടക്കുമല്ലേ. പക്ഷെ അവർ എന്നും അരമണിക്കൂർ ഒരു 7 to 7:30 വരെ അവരിവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. അവർ ഞായറാഴ്ച പോലും അങ്ങനെ വന്ന് നടക്കുന്നതുണ്ട്. ഞാൻ അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ചുമ്മാ സ്ലോ വാക്കിന് ഇവിടെ വരാറുണ്ട് ഒന്ന് നടക്കാൻ വേണ്ടി. ഇപ്പോഴാണ് ഇവിടെ ഇരിക്കാൻ 2 കസേരയൊക്കെ കൊണ്ടിട്ടത്. അല്ലാത്ത ടൈമിൽ ഞാൻ വന്ന സമയത്ത് ഇവിടെ ആണെങ്കിൽ എന്താ ഒരു കസേര അങ്ങനെ ഉള്ളതൊന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ആലോചിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ പൂളിന്റെ സൈഡിൽ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവർ കംഫർട്ടബിൾ ആണ്. ഇവിടെ ഉള്ളവർ ഈ സ്പേസിൽ തന്നെ ഇരിക്കും. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പാർക്കിൽ പോയാൽ നമുക്ക് അതൊന്ന് കാണാം. നമ്മുടെ നാട്ടിലാണ് എനിക്കൊന്ന് എല്ലാ പ്ലേസിലും കസേരയും ഇതുമൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇവിടുത്തെ വ്യൂ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇനി നമുക്ക് അടുത്ത സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാം. ഈ സ്വിമ്മിംഗ് പൂളും മറ്റ് ഇതുപോലത്തെ കുറച്ച് പ്ലേസസും ഉള്ളത് വലിയ കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ശരിക്കും എന്തുവാ നമ്മളിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ. ഇതാകുമ്പോൾ നമുക്കൊന്ന് ഇടയ്ക്ക് വാക്കിനും ഒക്കെ ഇറങ്ങാൻ പറ്റും. അടുത്ത സ്വിമ്മിംഗ് പൂൾ നമുക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ള വഴിയുണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് നടന്നു പോകാനുള്ള വഴിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നടന്നു പോയപ്പം പിന്നെ നമുക്ക് തിരിച്ച് വരുമ്പോൾ ആ സ്റ്റെപ്പിൽ കൂടി കയറി വരാം. പിന്നെ ഇതിൻ്റെ ആ സൈഡിലായാലും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് ചെമ്പരത്തി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു, കാരണം കൂടുതലും ചെമ്പരത്തികളാണ് കാണുന്നത്. പിന്നെ ബൊഗൈൻവില്ല. എനിക്കാണ് ഈ രണ്ടാമത്തെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം കുറച്ച് നല്ലൊരു കാറ്റും വെയിലൊക്കെ കുറവാണ്. അപ്പം ഈ വഴിയാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുവാണെങ്കിൽ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു
കാറ്റാണ് ഇതിലെ നടക്കാൻ. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗം ഭയങ്കര ഇഷ്ടം. ഇതാണ് രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗം. ഞാൻ അങ്ങോട്ട് പോകുന്നത് അവിടെ കുറച്ച് പേര് നിപ്പുണ്ട്, ലേഡീസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ക്യാമറ അധികം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല, എന്നാലും ഒന്ന് പോയി നോക്കാം. ഇതാണ് രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് വ്യൂവിൽ നിൽക്കാത്തത്. കറക്റ്റ് ഞാൻ നോക്കി ഇരുന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒന്നും ഇറങ്ങാതെ, അതായത് വീക്കെൻഡ് ഡേയ്സിൽ, അതായത് സാറ്റർഡേ സൺഡേ ഫ്രൈഡേ ഈവനിങ്ങൊക്കെ ആകുമ്പം ഭയങ്കരമായിട്ട് ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വർക്കിംഗ് ഡേ തന്നെ നോക്കിയെടുത്തത്. എന്നിട്ടും അപ്പോഴും നല്ല ആളാണ്. കാരണം ഈ സമയത്ത് യൂഷ്വലി ഞാനും ഇറങ്ങുന്നൊരു ടൈമാണ്. ആ സമയത്ത് ഇവിടെ അധികം ആൾക്കാർ കാണാത്തതാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലായ്മയാന്ന് തോന്നുന്നു. അപ്പം ഇതാണ് സെക്കൻഡ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ചും കൂടി നമുക്ക് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റിടത്ത് ഭയങ്കര എന്തോ ഒരൊറ്റ മരമൊക്കെ ഉള്ളൂ, അല്ലെ 2-3 ചെടികൾ ഇതൊക്കെ ഉള്ളൂ. ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്, കൂടുതൽ മരങ്ങളുള്ളതുകൊണ്ട് കുറച്ച് കാറ്റും ഇതൊക്കെ കിട്ടാറുണ്ട്. ഈ പ്ലേസ് ഇവിടെ എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഫ്രണ്ടിൽ എന്തൊക്കെയാന്ന് നോക്കാം. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കയറി പോകുന്ന മറ്റൊരു വഴി എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റെപ്പ് കയറി നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോവാം. ഇനി നമ്മൾ പോകുന്ന റിസപ്ഷൻ ഏരിയയിലോട്ടാണ്. അപ്പൊ അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ജിമ്മ്. ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യണമെന്ന് എന്നും വിചാരിക്കും, നടക്കാറില്ല. ഈ വഴി നിങ്ങൾക്ക് അറിയാമില്ല, ഷോപ്പിലോട്ട് പോകുന്ന വഴിയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ പല രാജ്യത്തെയും ക്ലോക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ സമയം. നമ്മളങ്ങനെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് വ്യൂവിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പ്ലേസിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമുക്കൊന്ന് നടന്ന് അങ്ങോട്ട് പോകാം. നല്ല വെയില രാവിലെ. ഞാൻ ചെറിയ ഒരു മഴക്കോള് കണ്ടപ്പോഴാണ് ഇറങ്ങിയത്. വെയിൽ കാണത്തില്ലെന്ന് കരുതി, പക്ഷെ നല്ല രീതി വെയില. കണ്ടോ ഈ വഴി. ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗിൻ്റെ, അതായത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് വ്ളോഗിൻ്റെ ഇൻട്രോ കൊടുത്തത് ഞാൻ ഇവിടെ നിന്നാണ് കൊടുത്തത്. കാരണം എനിക്ക് ഈ പ്ലേസ് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ കാണുന്നതാണ് കാർ പാർക്കിംഗ്. ഞാനിങ്ങനെ അങ്ങോട്ട് പ്രത്യേകിച്ച് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ഇവിടെയൊക്കെ നടക്കാനൊക്കെ നല്ല സൗകര്യം. ഇരിക്കാൻ സ്ഥലമില്ലെങ്കിലും ഇവർ നടക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റൂം ക്ലീനിങ്ങിന് ആൾക്കാർ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്, ഒന്ന് നടക്കാന്നൊക്കെ കരുതി. അല്ലാതെ ഞാൻ മിക്കപ്പോഴും വരാറില്ല. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം റൂമിൽ തന്നെ ഇരിക്കും. കാരണം പിന്നെ വീട്ടുകാരെ എല്ലാവരെയും വിളിക്കണം. ചിലപ്പം നമ്മൾ എന്തെങ്കിലും റീല് കണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനേ തോന്നത്തില്ല. കാരണം സമയം പോകുന്നത് ഞാൻ അറിയത്തില്ല. അപ്പാർട്ട്മെന്റിന്റെ റൈറ്റ് സൈഡിലോട്ടുള്ള വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. അവിടെ ഇതുപോലെ വലുതില്ല, കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വലുതായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതി അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. ഇനി നമ്മൾ ഇതേ നടത്തം നേരെ നടന്നു കഴിയുമ്പോൾ ആ കാണുന്ന സ്പേസ് ഉണ്ടല്ലോ, ഈ മരങ്ങൾ നിൽക്കുന്നത്, അത്രയും സ്പേസേ ഉള്ളൂ ഈ അപ്പാർട്ട്മെന്റിന്റെ ലെഫ്റ്റ് സൈഡില്. നടന്ന് തളർന്ന് അങ്ങനെ വലിയ നടത്തം പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല. ഇതിനകത്ത് ഈ ഫ്ലാറ്റിൽ തന്നെ ഇരുന്ന് നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നുമില്ല, നടക്കുന്നുമില്ല. അതാ ഇപ്പൊ നടക്കുന്നത്.
ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇവർ ഈ മരങ്ങളെല്ലാം കൊണ്ട് വച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ കൂടി നടക്കാം. പക്ഷെ ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് വലിയ സുഖമൊന്നുമില്ല. ബാക്ക് സൈഡ് ആ സ്കൂളിന്റെ സൈഡിൽ നിൽക്കുന്ന പോലെ. പിന്നെ ഇവിടെ നല്ല പണി നടക്കുവാണ്, ഇവിടെ ഫുൾ പണി നടക്കുവാണ്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ പാർക്കിങ്ങിന് വേണ്ടി അവർ ഇട്ടേക്കുന്നതാണ് സ്പേസ്. ഇതും പാർക്കിംഗ് സ്പേസ് ആണ്, കണ്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കാം, ഈ വണ്ടിയുടെ നമ്പേഴ്സ് ഒക്കെ ഇതിനകത്ത് വന്നാലോ. അങ്ങനെ ഈ സൈഡും അപ്പുറത്തെ സൈഡ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, 2 എണ്ണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇതുപോലത്തെ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.